തിരുവനന്തപുരം കണിയാപുരത്ത് കഞ്ചാവ് വാങ്ങാൻ പണം നൽകാത്തതിന് യുവാവ് വീടിന് തീയിട്ടു. കണിയാപുരം സ്വദേശി ഷാജഹാൻ വാടകയ്ക്ക് താമസിക്കുന്ന വീടിനാണ് സഹോദരീപുത്രൻ തീയിട്ടത്. ഷാജഹാന്റെ ഭാര്യ അമീനയുടെ സഹോദരിയുടെ മകനായ ഫൈസലാണ് വീടിന് തീയിട്ടത്. വിവരങ്ങളുമായി രാഹുൽ ജി നാഥ് ചേരുന്നു. രാഹുൽ, ലഹരി ഉപയോഗിക്കാൻ പണം നൽകാത്തതിന്റെ പേരിലാണ് ഈ കൃത്യം. അത് നമ്മുടെ കേരളത്തിലാണ്. ലഹരി പൂർണ്ണമായും ഇതിന്റെ വിതരണവും വിൽപ്പനയും ഉപയോഗവും ഒന്നും തടയാൻ നമുക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നത് ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയാണിത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മോദി, ലഹരി എത്രമാത്രമാണ് ഒരാളെ കീഴടക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടി ഏതറ്റം വരെയും ആളുകൾ പോകുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആത്മനിയന്ത്രണം നഷ്ടമാകുന്നു, സ്ഥലകാലബോധം ഇല്ലാതാകുന്നു. അതേ കാഴ്ച തന്നെയാണ് ഇപ്പോൾ ഈ വാർത്തയിലൂടെയും നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം രാത്രിയാണ് മംഗലപുരത്ത് ഇത്തരത്തിൽ അമീന എന്ന് പറയുന്ന വീട്ടുടമയുടെ സഹോദരിയുടെ പുത്രനാണ് ഫൈസൽ, 28 വയസ്സ് മാത്രമാണുള്ളത്. ഇത്തരത്തിൽ രാത്രി 7 മണിക്ക് കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് ചെന്ന് പണം ആവശ്യപ്പെടുന്നു. ഇത്തരത്തിൽ കഞ്ചാവ് വാങ്ങാനാണ് പണം എന്ന തരത്തിൽ പണം ആവശ്യപ്പെടുന്നു. പണത്തിനായി നിരന്തരം ആവശ്യപ്പെട്ടപ്പോൾ ഇത് നിരസിക്കുകയാണ് ഇവർ ചെയ്തത്. ആ ഘട്ടത്തിൽ തന്നെ ഈ കത്തി കൊണ്ട് കൈഞ്ഞരമ്പ് മുറിക്കാനുള്ള ശ്രമം നടത്തുന്നു. അങ്ങനെ ഈ കൈ മുറിക്കുന്നുണ്ട്. അങ്ങനെ ഈ വീട്ടിലുള്ള ദമ്പതികളാണ് പോലീസുമായി ബന്ധപ്പെടുന്നത്. പോലീസ് എത്തിയ ശേഷം ഇയാൾ അവിടുന്ന് മാറ്റാൻ ശ്രമിക്കുമ്പോൾ ആ വീടിന് തീയിടും എന്ന് പറയുന്നുണ്ട്. ആ ഘട്ടത്തിൽ തന്നെ ഇവർ രണ്ടുപേർ ദമ്പതികൾ വീട്ടിൽ നിന്ന് മാറി മറ്റൊരു വീട്ടിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം അത്രമാത്രം ആ ഭീഷണി പേടിച്ചുകൊണ്ടാണ് അവർ മാറിയത്. എന്ത് വെല്ലുവിളി നടത്തിയോ, എന്ത് ഈ പറഞ്ഞ ലഹരി വാങ്ങാൻ കഴിയാത്തതിൻ്റെ വ്യഗ്രതയിൽ പറഞ്ഞോ അത് തന്നെ ചെയ്തു എന്നുള്ളത് തന്നെ ആണ്. കാരണം ആ വീടിൻ്റെ അവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അഗ്നിരക്ഷാസേന എത്തിയാണ്. നാട്ടുകാർ വലിയ സ്ഫോടന ശബ്ദം കേട്ടുകൊണ്ടാണ് ഈ തീപിടുത്തത്തെക്കുറിച്ച് അറിയുന്നത്. ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അഗ്നിരക്ഷാസേന എത്തിയാണ് ഈ തീ പൂർണ്ണമായും അണച്ചത്. അപ്പോൾ വല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ലഹരി വസ്തുക്കൾ സുലഭമായി ലഭിക്കുന്നു എന്നുള്ളത് കൂടിയാണ് മറ്റൊരു വസ്തുത. അതുകൊണ്ടാണ് കിട്ടുമെന്നുറപ്പുള്ള ഒരു കാര്യത്തിന് വേണ്ടി പണം ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇത് അവസാനിക്കേണ്ട കാര്യമാണ്. ഇത് സ്വന്തം ജീവൻ മാത്രമല്ല, മറ്റ് ഒപ്പം ജീവിക്കുന്നവരുടെയും അല്ലെങ്കിൽ നാട്ടുകാരുടെയും ജീവനും ഈ സുരക്ഷയ്ക്കുമൊക്കെ ഭീഷണിയായി മാറുകയാണ്. ഏതായാലും വല്ലാത്തൊരു കാഴ്ചയാണ്, വാർത്തയാണ് മംഗലപുരത്ത് നിന്ന് പങ്കുവയ്ക്കാനുള്ളത്. തീർച്ചയായിട്ടും രാഹുൽ, വളരെ കഷ്ടമാണ്. ലഹരി ഉപയോഗം എത്ര പേരുടെ ജീവിതവും ജീവനും തകർക്കുന്നതാണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സംഭവം കൂടി നമ്മുടെ കേരളത്തിൽ നടക്കുന്നു എന്നതാണ്. ഇതൊക്കെ എവിടെയോ നടക്കാനുള്ളതോ എവിടെയോ മാത്രം നടക്കുന്നതോ ആണ്. ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല എന്നൊരുപക്ഷെ ഒരു കാലത്ത് കരുതിയിരുന്ന കാര്യങ്ങളാണ്. ഇന്ന് വളരെ ഊർജിതമായി തന്നെ ഇതിൻ്റെ ഉപയോഗം നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് വളരെ നിർഭാഗ്യകരമാണ്. രാഹുൽ ജി നാഥാണ് വിശദാംശങ്ങൾ നൽകിയത്.